ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പി കാണാം കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഇനിയിപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാത്ത കടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ചെറിയൊരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഗ്രീൻ പീസ് കടല എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 1/4 കപ്പോളം ഉണ്ടാവേ. അതൊന്നൊരു 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ് ഗ്രീൻ പീസ്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും വേവിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവയാട്ടോ ചേർക്കുന്നത്. വറുത്ത റവയെന്നല്ല, നമ്മൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് അരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനേ. നല്ല ടൈറ്റ് ആകാനും പാടില്ല, എന്നാൽ ലൂസായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാട്ടോ. നിർബന്ധമൊന്നുമില്ല, നമ്മൾ അത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ ഒരല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നല്ലതാണ്. ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഒരു കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മളിതാ കലക്കിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നില്ല, നമുക്ക് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതിയേ. അപ്പോൾ ഈ ഒരു ഭാഗത്തിനായി കഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു തരിതരിപ്പുള്ള രീതിക്ക്, നല്ല മഷിയായിട്ട് അരക്കണ്ടില്ല. ഇതാ ഈ രീതിക്ക് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരച്ചെടുത്തതൊക്കെ നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള ചേർക്കാം കേട്ടോ. ചെറിയൊരു സവാള എടുത്താൽ മതി. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നമ്മളെ എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. 1-2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിന് കൂടി നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചെറുതായിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കറിവേപ്പില മാത്രമാണെങ്കിൽ അത് മാത്രം ചേർക്കാം, മല്ലിയില മാത്രമാണെങ്കിൽ അത് മാത്രം ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുഭാഗത്തുള്ള ആ കുരുവില്ലേ, അതങ്ങ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പ് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഇനി നമ്മൾ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചാൽ മതിയേ. അപ്പോൾ നമ്മൾ കുക്കറിലിട്ടിട്ട് പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ, അത് നന്നായിട്ട് അടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ വേവിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. നമുക്ക് പാകത്തിന് നോക്കാമല്ലോ അത് ആയിട്ടുണ്ടോയെന്നല്ലോ. അപ്പം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ ഗീയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ റവയുടെ മിക്സിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല, പകുതി മാത്രമായിട്ട് ഒഴിക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോവും ക്യാരറ്റിൻ്റെ ഒക്കെ മസാല ഉണ്ടല്ലോ, ആ ഒരു മസാല ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പാനിലേക്ക് നമ്മൾ റവയുടെ മിക്സ് വയ്ക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ മസാല ചേർക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് മസാലയൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം മാവൊക്കെ നമ്മളിതാ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റ് മതിയാവട്ടോ. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ആറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഓയിലാക്കി കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി ഓയിലും കൂടി ആക്കി കൊടുത്തിട്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്കോ മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇതങ്ങ് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് കളറൊന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ആ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി 1-2 മിനിറ്റ് ഒരുപാട് സമയം വേണ്ട. ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് മാത്രം വെക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ മുരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൽ നിന്ന് ഇതിങ്ങനെ പൊന്തി വരുന്ന ആ ഒരു രീതിക്കായി കഴിഞ്ഞാൽ കൈ വെച്ച് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ ഉൾഭാഗത്ത് നന്നായിട്ട് കുക്കായിട്ട് ഇതിങ്ങനെ പൊങ്ങിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് എണ്ണക്കടിയൊന്നും വേണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.